ഒരു മുസ്ലിം യുവതിയായ ഷഹല ഒളിച്ചോടിയ വാർത്തയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു കമൻറ്റിനെക്കുറിച്ച് പറയാം. ആ സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ തെറ്റിനെ മുഴുവൻ സമൂഹത്തിൻ്റെയും മതത്തിൻ്റെയും മേൽ ചുമത്തുന്നത് നീതിയല്ല എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിരിക്കുന്ന സ്ഥാനവും പവിത്രതയും വളരെ ഉയർന്നതാണ്. വിശ്വാസം, മാന്യത, കുടുംബ ബന്ധങ്ങളുടെ സംരക്ഷണം, വിവാഹബന്ധത്തിലെ വിശുദ്ധി എന്നിവയ്ക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ ഒരു മുസ്ലിം സ്ത്രീയോ പുരുഷനോ ഈ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അത് വ്യക്തിപരമായ തെറ്റ് മാത്രമല്ല, അവർ പിന്തുടരുന്ന മതത്തിൻ്റെ ഉയർന്ന ആദർശങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതുമാണ്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പലപ്പോഴും കുടുംബങ്ങളുടെ സമാധാനവും കുട്ടികളുടെ ഭാവിയും സാമൂഹിക വിശ്വാസങ്ങൾക്കും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം വാർത്തകളെ ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്തുവാനുള്ള അവസരമായി കാണാതെ എല്ലാവർക്കും ഒരു പാഠമായി കാണുകയാണ് വേണ്ടത്. നമ്മുടെ വിമർശനം വ്യക്തികളുടെ തെറ്റായ പ്രവൃത്തികളോടായിരിക്കാം, ഒരു മതത്തോടോ സമൂഹത്തോടോ അല്ല. ഓരോ മതവും ധാർമ്മിക ജീവിതവും കുടുംബത്തിൻ്റെ സംരക്ഷണവും സത്യസന്ധതയും തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തെറ്റ് ആരുടേതായാലും അത് തെറ്റാണ്, നന്മ ആരുടേതായാലും അത് അംഗീകരിക്കപ്പെടണം. സമൂഹത്തിൽ പരസ്പര ബഹുമാനവും ഉത്തരവാദിത്ത ബോധവും വളർത്തുകയാണ് ഇത്തരം ചർച്ചകളിലൂടെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. കഴിഞ്ഞ ജൂലൈ 16 മുതൽ കാണാതായ ബാലുശ്ശേരി സ്വദേശി ഷഹലയെയും 7 വയസ്സുള്ള മകനെയും ഒടുവിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഒപ്പം കാണാതായ സമീപത്തെ മൊബൈൽ ഷോപ്പ് ഉടമ മുഹമ്മദ് റാഫിയെയും പോലീസ് പിടികൂടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും പ്രചരിച്ച പല വ്യാജ വാർത്തകൾക്കുമുള്ള കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജൂലൈ 16 രാവിലെ ബാങ്കിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് ഷഹല വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. 2 വർഷത്തോളമായി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് നാട്ടിലേക്ക് തിരിക്കാനിരിക്കെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതേസമയം തന്നെയാണ് തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പ് ഉടമയായ മുഹമ്മദ് റാഫിയെയും കാണാതാകുന്നത്. ഭാര്യയും 3 ചെറിയ കുട്ടികളുമുള്ള ഒരാളാണ് ഈ മുഹമ്മദ് റാഫി. വ്യാജ പ്രചാരണങ്ങളും ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചെങ്കിലും ഒടുവിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസിൻ്റെ കൃത്യമായ പരിശോധനയിലാണ് ഇവരെ കാറിൽ സഞ്ചരിക്കവേ കണ്ടെത്തുന്നത്. നേരത്തെ ഇവരെ ബാംഗ്ലൂരിൽ വെച്ച് പിടികൂടി എന്ന രീതിയിൽ പല വ്യാജ വാർത്തകളും പ്രചരിച്ചിരുന്നു. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മനപ്പൊരുത്തക്കേടുകളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ സ്വന്തം പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും വഴിയിലാക്കി ഇറങ്ങിപ്പോകുകയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ബാധിക്കുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയാണ്. ആ കുട്ടികളുടെ ഭാവി, മാനസികാവസ്ഥ, സമൂഹത്തിൽ അവർ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ എന്നിവ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിയമപരമായും സമാധാനപരമായും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഴിയുള്ളപ്പോൾ ഇത്തരം എടുത്തുചാട്ടങ്ങൾ കൂടുതൽ ജീവിതങ്ങളെ തകർക്കുകയേ ഉള്ളൂ. വീട്ടിൽ സ്വൈര്യമില്ല, നാത്തൂൻ പോര് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വോയിസുകളെല്ലാം നമ്മൾ കേൾക്കാൻ ഇടയായപ്പോഴും ഇത്രയും മാനസിക വിഷമത്തിൽ കഴിയുന്ന ഒരു പെണ്ണ്, മുസ്ലിമായ പെണ്ണ്, ഈ വേളയിൽ എങ്ങനെയാണ് ഒരു അവിഹിത ബന്ധത്തിലേക്ക് എത്തിയത്? ആ കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായില്ലേ? പ്രയാസങ്ങൾ നേരിടുമ്പോൾ നിയമത്തിനും സമൂഹത്തിനും മുമ്പിൽ അർഹമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ഒളിച്ചോടുകയല്ല അതിനുള്ള മാർഗം.